ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നുള്ളത് നല്ലൊരു കോക്കനട്ട് ദോശയും അതിലേക്കൊരു പൊട്ടുകടല വെച്ചുള്ളൊരു ചട്നിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ദോശയ്ക്ക് വേണ്ടിയുള്ള പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടാട്ടോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 2 കപ്പ് പച്ചരി ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇടുന്നത് 1 സ്പൂൺ ഉലുവയാണ്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരി ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കണത്. നമ്മൾ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്ന പച്ചരിയും ഉഴുന്നിൻ്റെയും പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് വേണ്ടത് 1 കപ്പ് നാളികേരമാണ്. അപ്പോൾ 2 കപ്പ് പച്ചരിയാണ് എടുത്തുള്ളത്. അതിലേക്ക് 1 കപ്പ് നാളികേരം എടുത്തു. 1/2 കപ്പ് വെള്ള അവിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരിയും ഉഴുന്നും വെള്ളത്തിൽ കുതിർത്തിയതും പിന്നെ അതിലേക്ക് നാളികേരവും അവിലാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്ക് മൂടിയടച്ച് മാറ്റി വയ്ക്കാം. നമ്മളിത് തലേദിവസം വൈകിട്ടാണ് ദോശയ്ക്കുള്ള മാവ് അരച്ച് വെക്കുന്നത്. ഇനി ഇതേ കാലത്താണ് നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് വേണ്ട ചട്നി ഉണ്ടാക്കിയെടുക്കണം. ഒരു പൊട്ടുകടല വെച്ചുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പാനിലേക്ക് നമ്മൾ ഒരു 3 വറ്റൽമുളക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം പൊട്ടുകടല, ഒരു 3 ഇതള് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പിടി നാളികേരം, 2-3 പിടി നാളികേരം എടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം നാളികേരം ഒന്നും കളർ മാറരുത്. കളർ മാറുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ആക്കുക. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് 2 ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാളികേരമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. കളർ മാറണ്ട. അതിന് മുമ്പ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം കോൽപ്പുളിയാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി അതിനുശേഷം ഒരു ചെറിയ കഷ്ണം കോൽപ്പുളി കൂടി ഇട്ട് ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കണം. അപ്പോൾ അത് നാളികേരമൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചട്നി കേട്ടോ. ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് കട്ടിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് താളിക്കാനായിട്ട് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഒരു 1/4 സ്പൂണൊക്കെ ഉണ്ടാവും ഉഴുന്നും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഈ ഉഴുന്നൊന്ന് മൂത്ത് വന്നപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയിട്ട് അതും കൂടി അതിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റുള്ളൊരു പൊട്ടുകടല ചട്നിയാണത്. അപ്പോൾ ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പം നല്ല തണുപ്പാണ് UAE-ൽ, അതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് അത്ര ഉണ്ട് പുളിച്ച് പൊന്തി വന്നിട്ടില്ല, കുറച്ച് ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ മാവ് നല്ലോണം പുളിച്ച് പൊന്തി വരും ഒരു ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ. നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ദേ ചൂടായ ദോശക്കല്ലിലേക്ക് ഒഴിച്ചൊന്ന് പരത്തിയെടുക്കണം. ഒന്ന് പരത്തിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കുറച്ചു നേരം മൂടി വെച്ച് കൊടുത്തു. അപ്പം സൈഡുകളൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ നമ്മളിത് എടുത്ത് മാറ്റണം. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു കോക്കനട്ട് ദോശയും പിന്നെ അതിലേക്ക് നമ്മുടെ പൊട്ടുകടല ചട്നിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.